ഈ വീഡിയോയിൽ നമ്മൾ ലസാഗു, ഉസാഗ, LCM, HCF ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ലസാഗു എന്താണ് എന്ന് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് ആ സംഖ്യകളുടെ ലസാഗു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ലസാഗു കാണണമെങ്കിൽ ഏറ്റവും കുറവ് രണ്ട് സംഖ്യകളെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ എന്താണ് ലസാഗു? ആ രണ്ട് സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതം. ഓക്കെ, അപ്പൊ രണ്ട് സംഖ്യകൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സംഖ്യ 2ഉം അടുത്ത സംഖ്യ 7ഉമാണെന്ന് വിചാരിക്കാം. ആ സംഖ്യകളുടെ ഗുണിതങ്ങൾ എഴുതുക. 2, 4, 6. രണ്ടിന്റെ ഗുണിതങ്ങൾ ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതി എഴുതി പോവാം. 7ന്റെ ഗുണിതം 7, 14, 21, 28 എന്ന് പറഞ്ഞിങ്ങനെ പോകും. ഓക്കെ, ഈ രണ്ട് സംഖ്യകളുടെ ഗുണിതങ്ങളിൽ പൊതുവായിട്ട് വരുന്ന ഗുണിതങ്ങൾ ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ 14 രണ്ടിലും വരുന്നുണ്ട്, 7ന്റെ ഗുണിതത്തിലും വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 28 വരും, അത് 28 തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് കുറച്ച് ഗുണിതങ്ങൾ വരും, പൊതുഗുണിതങ്ങൾ വരും. ആ പൊതുഗുണിതങ്ങളിലെ ഏറ്റവും ചെറുത് എടുക്കുക. അപ്പൊ ഈ കേസിൽ അത് 14ആണ്. 14നേക്കാൾ ചെറിയ കോമൺ ആയിട്ടുള്ള ഗുണിതമൊന്നും ഈ രണ്ടിലും ഇല്ല. ഓക്കെ, അപ്പൊ 14ആണ് ഈ കേസിൽ എന്ത്, ഈ രണ്ട് സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇങ്ങനെ അല്ല ഇത് ചെയ്യുന്നത്, ലസാഗു കാണാൻ വേറെ മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇതെന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ രീതിയിൽ കാണിച്ചു തന്നത്. ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതി ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. ചെറിയ സംഖ്യകൾക്കൊക്കെ ഓക്കെയാണ്, പക്ഷെ വലിയ സംഖ്യകൾ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് വേറെ മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ചെയ്യുന്നതാണ്. അടുത്ത പോയിന്റിലേക്ക് പോയാൽ, ലസാഗു എന്നത് എല്ലായ്പ്പോഴും തന്നിരിക്കുന്ന സംഖ്യകളിൽ വലിയ സംഖ്യക്ക് തുല്യമോ തന്നിരിക്കുന്ന സംഖ്യയേക്കാൾ വലുതോ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ എടുത്തിട്ട് അതിന്റെ ലസാഗു കാണാൻ ശ്രമിച്ചാൽ അത് രണ്ട് കാറ്റഗറിയിൽ ഒന്നിൽ പെടും. ഒന്നുകിൽ എന്താണ്, എപ്പോഴും വലിയ സംഖ്യക്ക് തുല്യമായിരിക്കും. നമുക്ക് കിട്ടുന്ന ലസാഗു എന്ന് പറയുന്നത് A, B എന്നീ രണ്ട് സംഖ്യകൾ ഉണ്ടെന്ന് വിചാരിക്കുക. A ചെറുതും B വലുതുമാണെന്ന് വിചാരിക്കുക. A ചെറിയ സംഖ്യയാണ്, B വലിയ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലസാഗു കണ്ടുപിടിക്കുന്ന സമയത്ത് ഒന്നുകിൽ അതെന്തായിരിക്കും, വലിയ സംഖ്യക്ക് തുല്യമായിരിക്കും. കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, വലിയ സംഖ്യക്ക് തുല്യമായിരിക്കും. അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകളേക്കാൾ വലുതായിരിക്കും. കിട്ടുന്ന ഉത്തരം ഈ രണ്ട് സംഖ്യകളെക്കാളും വലിയ ഒരു സംഖ്യയായിരിക്കും. നമുക്ക് എക്സാമ്പിൾ വെച്ച്, ഇപ്പൊ തന്ന എക്സാമ്പിൾ വെച്ച് ചെയ്താൽ, നമ്മൾ ആദ്യം ചെയ്ത എക്സാമ്പിൾ 2ഉം 7ഉം എടുത്താൽ, 2ന്റെ ഗുണിതം നമ്മൾ എഴുതി 2, 4 എന്നൊക്കെ എഴുതി, 7ന്റെ ഗുണിതം 7, 14 എന്നൊക്കെ എഴുതി. നമുക്ക് എന്ത് ഉത്തരം കിട്ടി? ലസാഗു ആയിട്ട് എന്ത് കിട്ടി? 14 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ എടുത്ത സംഖ്യകൾ 2ഉം 7ഉമാണ്. നമുക്ക് കിട്ടിയ ഉത്തരം ഈ രണ്ട് സംഖ്യയെക്കാളും വലിയൊരു സംഖ്യയായ 14ആണ്. ഓക്കെ, ഇനി നമുക്ക് 2ഉം 4ഉം എടുത്തു നോക്കാം. വേറൊരു എക്സാമ്പിൾ ആണ്. 2ന്റെ ഗുണിതം 2, 4, 6, 8, 10 എന്നിങ്ങനെ പോവും. 4ൻ്റെതാണെങ്കിൽ 4, 8, 12, 16 എന്നിങ്ങനെ പോവും. ഇനി ഈ ഗുണിതങ്ങളിൽ പൊതുവായിട്ട് വരുന്നത് 4 വരുന്നുണ്ട്, പിന്നെ നോക്കിയാൽ 8 വരുന്നുണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞത് ഏതെടുക്കാനാണ്? അതിലെ ഏറ്റവും ചെറിയ ഗുണിതം എടുക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ലോവസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 4ആണ്. ഓക്കെ, അപ്പൊ ഉത്തരം 4 കിട്ടി. നമ്മൾ എടുത്ത രണ്ട് സംഖ്യകൾ ഏതാണ്? 2, 4. പക്ഷെ നമുക്ക് കിട്ടിയ ഉത്തരം അതിനകത്തുള്ള ഏറ്റവും വലിയ സംഖ്യയായ 4. അപ്പൊ രണ്ട് രീതിയിലാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. രണ്ട് സംഖ്യകൾ തന്നിട്ട് അതിന്റെ ലസാഗു കാണാൻ പറഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ രണ്ടിൽ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ ഈ രണ്ട് സംഖ്യയെക്കാളും വലിയ ഒരു സംഖ്യയായിരിക്കും. രണ്ടിനും നമ്മൾ എക്സാമ്പിൾ ചെയ്തു. അടുത്ത പോയിന്റിലേക്ക് പോവാം. തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പൊതുഘടകമായി 1 മാത്രമേ ഉള്ളൂ എങ്കിൽ ലസാഗു എന്നത് ആ സംഖ്യകളുടെ ഗുണനഫലം ആയിരിക്കും. ഓക്കെ, അതും നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ ചെയ്യാം. ഞാൻ ആദ്യം ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് സംഖ്യകൾ തന്നു, 2, 7ആണ് ആ സംഖ്യകൾ എന്ന് വിചാരിക്കാം. അതിന്റെ പൊതു ഘടകങ്ങൾ, ഇത്രയും നേരം നമ്മൾ ഗുണിതമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഘടകമാണ് പറഞ്ഞത്. അപ്പൊ രണ്ടിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഘടകം എന്ന് പറയുന്നത് നമ്മൾ ആ സംഖ്യയെ
പിരിച്ചെഴുതാൻ പറ്റുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്ന് നോക്കിയാൽ മതി. രണ്ടിന് നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റൂ. ഇനി 7-നെ ആണെങ്കിൽ നമുക്ക് 1 × 7 എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പൊ 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2. 7ന്റെ ഘടകങ്ങൾ 1, 7. ഇനി പൊതു ഘടകങ്ങൾ ഏതാണ്? 1 മാത്രമേ ഉള്ളൂ. ഇത് രണ്ടിനകത്തും പൊതുവായിട്ട് വരുന്നതിനെയാണ് പൊതുഘടകം എന്ന് പറയുന്നത്. ആ പൊതുഘടകം 1 വരുന്നതെങ്കിൽ എന്നാണ് നമ്മളോട് പറഞ്ഞത്. ആണല്ലോ, നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിളിലും പൊതുഘടകം 1 മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ ലസാഗു എന്താണ്? ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. നേരത്തെ നമ്മൾ 2ഉം 7ഉം എടുത്ത് ലസാഗു കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 14 14 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ന്റെയും 7ന്റെയും ഗുണനഫലമാണ്. അപ്പൊ പോയിന്റ് സാറ്റിസ്ഫൈഡ് ആണ്. ആ പോയിന്റ് ഒന്നുകൂടെ പറയാം. 2 സംഖ്യകൾ തന്നു, 2ന്റെയും ഘടകങ്ങൾ എടുത്തു, പൊതുഘടകമായിട്ട് 1 മാത്രമേ വരുന്നുള്ളെങ്കിൽ ആ 2 സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത് എന്തായിരിക്കും? തന്ന സംഖ്യകളുടെ ഗുണനഫലം ആയിരിക്കും. ഇനി നമുക്ക് ഇതേ അല്ലാത്ത ഒരു എക്സാമ്പിൾ നോക്കാം. 2ഉം 4ഉം എടുത്ത് നോക്കാം. 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2. 4ന്റെ ഘടകങ്ങൾ 1, 2, 4. ഓക്കെ, ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ലസാഗു എന്ത് കിട്ടണം? 2 × 4 = 8 കിട്ടണം. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞത് എന്താണ്? പൊതുഘടകം 1 മാത്രമേ ആവാൻ പാടുള്ളൂ. ഇതിൽ പൊതുഘടകമായിട്ട് 1ഉം വരുന്നുണ്ട്, 2ഉം വരുന്നുണ്ട്. ഇവിടെയും 1ഉം വരുന്നുണ്ട്, 2ഉം വരുന്നുണ്ട്. അപ്പൊ പൊതുഘടകം 1 മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 2 കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തായിരിക്കില്ല? 1 ആയിരിക്കില്ല. ഉത്തരം എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ 2 രീതിയിലുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. പൊതുഘടകം 1 മാത്രം വരുന്നതും പറഞ്ഞു, പൊതുഘടകം 2 കൂടെ, 1 അല്ലാതെ ഒരു സംഖ്യ കൂടെ പൊതുഘടകം വരുന്നതും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് പോവാം. സംഖ്യകളുടെ ലസാഗു ഒരിക്കലും 0 ആവില്ല. അത് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത ഒരു പോയിന്റ് ആണ്. അതായത് 2 സംഖ്യകൾ തന്നിട്ട് ലസാഗു കാണാൻ പറഞ്ഞാൽ കിട്ടുന്ന ലസാഗു ഒരിക്കലും 0 ആവില്ല. ഓക്കെ, ഇനി നമുക്ക് ലസാഗു എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. നേരത്തെ നമ്മൾ എഴുതി ചെയ്തത് ഒരു മെത്തേഡാണ്. പക്ഷെ ആ മെത്തേഡിൽ നമുക്ക് വലിയ വലിയ സംഖ്യകളൊന്നും ചെയ്താൽ പെട്ടെന്ന് ഉത്തരം എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. 24, 60, 40 ഈ സംഖ്യകളുടെ ലസാഗു ആണ് ചോദിച്ചത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം വേണ്ടത് ഈ 3 സംഖ്യയിലും ഒരുപോലെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതായത് 3 സംഖ്യ കൊണ്ടും ഹരിക്കാൻ പറ്റണം. നോക്കുക, 24 ഇരട്ട സംഖ്യയാണ്, 60ഉം ഇരട്ട സംഖ്യയാണ്, 40ഉം ഒരു ഇരട്ട സംഖ്യയാണ്. 3നെ നമുക്ക് എന്ത് വെച്ച് ഹരിക്കാൻ പറ്റും? 2 വെച്ച് ഹരിക്കാൻ പറ്റും. ഏത് ഇരട്ട സംഖ്യയും നമുക്ക് എന്ത് വെച്ച് ഹരിക്കാൻ പറ്റും? 2 വെച്ച് ഹരിക്കാൻ പറ്റും. അപ്പൊ 24നെ 2 കൊണ്ട് ഹരിച്ചാൽ 12, 60നെ 2 കൊണ്ട് ഹരിച്ചാൽ 30, 40നെ 2 കൊണ്ട് ഹരിച്ചാൽ 20. ഇനിയും നമ്മൾ നോക്കുക, എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യയുണ്ടോ? ഇനിയും ഇരട്ട സംഖ്യകൾ തന്നെ ആയതുകൊണ്ട് വീണ്ടും നമുക്ക് എന്തെടുക്കാം? 2 എടുക്കാം. 6, 15, 10. അടുത്ത സ്റ്റെപ്പിലാണ് നോക്കേണ്ടത് 6, 15, 10. പിന്നെ 3നെയും ഒരുമിച്ച് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യ നമുക്ക് ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഏതെങ്കിലും 2 എണ്ണത്തിനെങ്കിലും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കണം. നോക്കുമ്പോൾ 6നെയും 15നെയും നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 3 വെച്ച് ഹരിക്കാൻ പറ്റും. അതുപോലെ 15നെയും 10നെയും നോക്കുന്നത് നമുക്ക് 5 വെച്ച് ഹരിക്കാൻ പറ്റും. 6നെയും 10നെയും നോക്കുമ്പോഴും നമുക്ക് 2 വെച്ച് ഹരിക്കാം എന്ന് മനസ്സിലാവും. അപ്പൊ 3നെയും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിലും 2ന്റെ ഗ്രൂപ്പാക്കി നോക്കുന്ന സമയത്ത് പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 15ഉം 10ഉം സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് ഏത് വെച്ച് ഹരിക്കാം? 5 വെച്ച് ഹരിക്കാം. 6നെ നമുക്ക് ആ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റില്ലല്ലോ. 6നെ നമുക്ക് 5 വെച്ച് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 6നെ അതുപോലെ താഴേക്ക് ഇറക്കി എഴുതും. 15നെ നമുക്ക് 5 വെച്ച് ഹരിക്കാം, 3 കിട്ടും. 10നെ നമുക്ക് 5 വെച്ച് ഹരിക്കാം, 2 കിട്ടും. പിന്നെയും നമ്മൾ അടുത്ത സ്റ്റെപ്പിലെത്തി. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒരു സംഖ്യ കൊണ്ട് പോലും ഹരിക്കാൻ പറ്റില്ല. നോക്കുമ്പോൾ 6നെയും 3നെയും നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും? 3 വെച്ച് ഹരിക്കാം. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. 2നെ നമുക്ക് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ അതുപോലെ ഇറക്കി എഴുതും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ 2 അതിനെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടി. 1 അതുപോലെ ഇറക്കി എഴുതി. ഈ 2നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 1 കിട്ടി.
ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ സംഖ്യകളെ മുഴുവനായിട്ടും ഗുണിച്ചെഴുതുക. അങ്ങനെ കിട്ടുന്ന ഉത്തരമാണ് നമ്മളുടെ LCM. 2 × 2 4, 4 5 20, 20 × 3 60, 62 120 നമ്മുടെ LCM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ ചെയ്തു നോക്കാം. അടുത്തതായിട്ട് നമുക്ക് 12, 18, 16 ഈ 3 സംഖ്യകളുടെ LCM ഒന്ന് കണ്ടു നോക്കാം. ലസാഗു ഒന്ന് കണ്ടു നോക്കാം. നോക്കുമ്പോൾ ഇത് 3ഉം എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 2 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 3 ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് ചെയ്യുമ്പോൾ 12നെ 2 കൊണ്ട് ചെയ്താൽ 6, 18നെ ചെയ്യുമ്പോൾ 9, 16നെ ചെയ്യുമ്പോൾ 8. ഇനി നോക്കുന്ന സമയത്ത് എല്ലാത്തിനും ഒരുപോലെ പോകുന്ന സംഖ്യ ഇല്ല. കാരണം ഇത് ഒറ്റ സംഖ്യയാണ്, ബാക്കി രണ്ടും ഇരട്ട സംഖ്യകളാണ്. ഇനി നമുക്ക് ഗ്രൂപ്പുകളാക്കാം. 6ഉം 9ഉം എടുക്കുന്ന സമയത്ത് ഓക്കെ, നമുക്ക് 3 കൊണ്ട് എടുക്കാം. 6ഉം 8ഉം എടുക്കുന്ന സമയത്തും ഓക്കെയാണ്, നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നു? 6ഉം 9ഉം സെലക്ട് ചെയ്യുന്നു. 3 കൊണ്ട് ഹരിക്കുന്നു. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. 8ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 8 അതുപോലെ ഇറക്കി എഴുതുന്നു. പിന്നെ നമുക്ക് മുന്നോട്ട് പോകുന്നു. ഇനി നോക്കുമ്പോൾ 2ഉം 8ഉം നമുക്ക് 2 വെച്ച് ഹരിക്കാൻ പറ്റിയതാണ്. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 3 ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതേപോലെ ഇറക്കി എഴുതുന്നു. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. ഇനി കോമൺ ആയിട്ടൊന്നുമില്ല. ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഗുണിച്ചെഴുതുക. 2 3 6, 6 2 12, 12 3 36, 36 × 4 72, 144. അപ്പൊ ഈ 3 സംഖ്യകളുടെ ലസാഗു എത്രയാണ്? 144 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ LCM പറഞ്ഞു, LCMന്റെ പോയിന്റ്സ് പറഞ്ഞു, 2 എക്സാമ്പിൾസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് HCF എന്താണ്, അതായത് ഉസാഗ എന്താണെന്ന് നോക്കാം. ഉസാഗയുടെ ഡെഫിനിഷൻ ആണ് ഈ എഴുതിയിട്ടുള്ളത്. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് ആ സംഖ്യകളുടെ ഉസാഗ. അപ്പൊ ഈ കേസിലും എന്ത് വേണം? മിനിമം 2 സംഖ്യകളെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഉസാഗ കാണാൻ കഴിയൂ. അപ്പൊ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം. ഇനി എന്താണ് പൊതുഘടകം? 2 സംഖ്യകൾ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഒന്ന് 2, ഒന്ന് 7 എടുക്കാം. നേരത്തെ എടുത്ത പോലെ തന്നെ 2ന്റെ ഘടകങ്ങൾ നമ്മൾ നേരത്തെ എഴുതി 1ഉം 2ഉമാണ്. 7ന്റെ ഘടകങ്ങളോ 1ഉം 7ഉമാണ്. 2 സംഖ്യകളുടെ എന്താണ് ഉസാഗ? ഏറ്റവും വലിയ പൊതുഘടകം. പൊതുഘടകം ഏതാണ് ഇതില്? 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ ഈ കേസിൽ ഇതിലെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണ്? 1 ആണ്. അപ്പൊ ഈ 2 സംഖ്യകളുടെ ഉസാഗ എത്രയാണ്? 1 ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 4ഉം 8ഉം എടുത്ത് നോക്കാം. ഇനി 4ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 2 4. 8ന്റെ ഘടകങ്ങൾ 1 2 4 8. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഏറ്റവും വലിയ പൊതുഘടകം. ഇനി പൊതുഘടകങ്ങൾ 1 2ലും പൊതുവായിട്ട് വരുന്നുണ്ട്, 2 2ലും പൊതുവായിട്ട് വരുന്നുണ്ട്, 4 2ലും പൊതുവായിട്ട് വരുന്നുണ്ട്. പൊതുവായിട്ട് 1ഉം 2ഉം 4ഉം ഉണ്ട്. പക്ഷെ അതിൽ ഏതേ എടുക്കാൻ പറ്റുള്ളൂ? ഏറ്റവും വലിയ പൊതുഘടകം, അതായത് 4ആണ് ഏറ്റവും വലുതായിട്ട് പൊതുവായിട്ട് വരുന്നത്. അപ്പൊ ഈ 2 സംഖ്യകളുടെ 4ന്റെയും 8ന്റെയും ഉസാഗ എത്രയാണ്? 4 ആണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. സംഖ്യകളുടെ ഉസാഗ എന്നത് തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യയോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ സംഖ്യയോ ആയിരിക്കും. ഇപ്പൊ നമുക്ക് നേരത്തെ LCMനെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു പോയിന്റ് ആണ്. 2 സംഖ്യകൾ തന്നു, എന്നിട്ട് അതിന്റെ ഉസാഗ കാണാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 കാറ്റഗറിയിൽ പെടും. ഒന്നുകിൽ സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും, തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും. ഒന്ന് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ചെറിയ സംഖ്യയേക്കാൾ ചെറിയ സംഖ്യയായിരിക്കും. ഓക്കെ, അങ്ങനെ 2 കാറ്റഗറി. 2 സംഖ്യകൾ തന്നു, എയും ബിയും തന്നു, എന്നിട്ട് അതിന്റെ HCF ഉസാഗ കാണാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ അതിലെ ചെറിയ സംഖ്യ എ ആണെങ്കിൽ അതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എയേക്കാൾ ചെറിയ ഒരു സംഖ്യ ലെസ് ദാൻ എ ആയിട്ടുള്ള ഒരു സംഖ്യ ആയിരിക്കും എന്തായിട്ട് വരുന്നത്? HCF ആയിട്ട് വരുന്നത്. നമുക്ക് ഇപ്പോൾ ചെയ്ത എക്സാമ്പിൾ വെച്ച് തന്നെ ചെയ്യാം. 2ഉം 7ഉം. അത് ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം.
7ന്റെ ഘടകങ്ങൾ 1ഉം 7ഉം. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന വലിയ സംഖ്യ 1ആണ്. അപ്പോൾ ഇതിന്റെ HCF എത്രയാണ്? 1ആണ്. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ വരും? ഇതിലെ ചെറിയ സംഖ്യയേക്കാൾ ചെറിയ സംഖ്യ. 2ഉം 7ഉമാണ് തന്നത്. അതിലെ ചെറിയ സംഖ്യ ഏതാണ്? 2. ആ 2നേക്കാൾ ചെറിയ സംഖ്യയാണ് നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പോൾ ഒരു കാറ്റഗറിയിൽ പെട്ടു. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. 2ഉം 4ഉം എടുക്കാം. 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2. 4ന്റേത് 1, 2, 4. ഇതിലേതാണ്? 2ആണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലുത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് ഈ കേസിൽ വന്നത്. 2ലും 4ലും നോക്കുമ്പോൾ ചെറിയ സംഖ്യ ഏതാണ്? 2ആണ്. ആ 2 തന്നെയാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? HCF ആയിട്ട് കിട്ടിയത്. ഇത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. 2 തവണ വായിക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അതിന്റെ കൂടെ ഈ എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പൊതുഘടകമായി 1 മാത്രമേ ഉള്ളുവെങ്കിൽ അവയുടെ ഉസാക 1ആയിരിക്കും. അതിനും നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിൾ തന്നെ ധാരാളമാണ്. 2ഉം 7ഉം. ഈ രണ്ട് സംഖ്യകളുടെയും ഘടകങ്ങൾ നമ്മൾ എഴുതി നോക്കുന്ന സമയത്ത് പൊതുഘടകമായിട്ട് 1 മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ ഉസാകയും എന്ത് തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞത്? 1 തന്നെയായിരിക്കും. നമുക്ക് 2ഉം 7ഉം ചെയ്ത സമയത്ത് നമുക്ക് ഉസാക എത്രയാണ് കിട്ടിയത്? 1 തന്നെയാണ് കിട്ടിയത്. കാരണം എന്താണ്? അവയുടെ പൊതുഘടകമായിട്ട് ഏത് മാത്രമേ വരുന്നുള്ളൂ? 1 മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയുള്ള കേസിൽ ആ സംഖ്യകളുടെ ഉസാകയും എന്ത് തന്നെയായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഓക്കെ, അതല്ലാത്ത കേസാണ് നമ്മൾ നേരത്തെ എടുത്തത്. 2ഉം 4ഉം എടുത്തു. 2ന്റേത് 1ഉം 2ഉം ഉണ്ട്. 4ന് 1, 2, 4 ഉണ്ട്. ഇതിന് കോമൺ ആയിട്ട് 1ഉം വരുന്നുണ്ട്, 2ഉം വരുന്നുണ്ട്. 1 മാത്രമേ വരുന്നുള്ളെങ്കിൽ നമുക്ക് എന്തെടുക്കാമായിരുന്നു? ഉത്തരമായിട്ട് 1 എന്ന് തന്നെ എടുക്കാമായിരുന്നു. പക്ഷെ ഇതിൽ എന്ത് വരുന്നുണ്ട്? 2 കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉത്തരം എന്തായി? 2ആയി. ഓക്കെ, ആ പോയിന്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി LCMന്റെ കേസിലും ഇതുപോലെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അടുത്ത പോയിന്റിലേക്ക് പോയാൽ, രണ്ട് സംഖ്യകളുടെ ഉസാക ഒരിക്കലും 0 ആവില്ല. ഓക്കെ, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. രണ്ട് സംഖ്യകൾ തന്നിട്ട് ഉസാക കാണാൻ പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഒരിക്കലും 0 ആവില്ല എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഉസാക കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉസാകയ്ക്കും ഒരു മെത്തേഡ് ഉണ്ട്. അത് LCM കാണുന്ന മെത്തേഡുമായിട്ട് സിമിലർ ആണ്. എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. 24, 40, 56. 3 സംഖ്യകളാണ് തന്നിട്ടുള്ളത്. ഉസാക കാണാനാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞു LCM ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കും? 3ലും പൊതുവായിട്ട് പോകുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അതിനെ വെച്ച് ഡിവൈഡ് ചെയ്യും. പക്ഷേ HCF അഥവാ ഉസാക കാണുന്ന സമയത്ത് ഈ ഒരു കേസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. LCM നമ്മൾ പറഞ്ഞു മൂന്നിലും കോമൺ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എടുക്കും. ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിലെങ്കിലും കോമൺ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് നമ്മൾ ആ പ്രോസസ്സിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ HCF ഉസാകയുടെ കേസ് വരുന്ന സമയത്ത് 3ലും കോമൺ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 20, 24, 40, 56. ഇതിൽ 3ലും കോമൺ ആയിട്ട് എന്ത് പോകും? 2 ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. 24നെ ചെയ്യുമ്പോൾ 12 കിട്ടും. 40ന്റെ പകുതി 20ആണ്. 56ന്റെ പകുതി 28. പിന്നെയും നോക്കുമ്പോൾ 3 ഇരട്ട സംഖ്യകളാണ്. അതിനെ നമുക്ക് വീണ്ടും 2 വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 12ന് നമുക്ക് 6 കിട്ടും. 20ന് 10 കിട്ടും. 28ന് 14 കിട്ടും. പിന്നെ നോക്കുമ്പോൾ പിന്നെയും 2 വെച്ച് നമുക്ക് ചെയ്യാം. 2. 6ന്റെ പകുതി 3ആണ്. 10ന്റെ പകുതി 5ആണ്. 14ന്റെ പകുതി 7ആണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ഈ 3ലും കോമൺ ആയിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യ പോലും ഇല്ല. അവിടെ വെച്ച് നമ്മൾ നിർത്തും എന്ന് മാത്രമല്ല, നമ്മൾ ഗുണിക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ എങ്ങനെയാണ് ഗുണിച്ചത്? LCM എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മൊത്തത്തിലാണ് ഗുണിച്ചതെങ്കിൽ HCF എടുക്കുന്ന സമയത്ത് നമ്മൾ അത് മുഴുവനായിട്ട് ഗുണിക്കില്ല. പകരം ഈ സൈഡിലുള്ള സംഖ്യകൾ മാത്രമേ ഗുണിക്കൂ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഈക്വൽ ടു 8ആണ് നമുക്ക് ഈ 3 സംഖ്യകളുടെ 24, 40, 56 എന്നീ സംഖ്യകളുടെ HCF ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. അതുകൂടെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആവും. 18, 45, 90. ഇത് നമ്മൾ
എച്ച് സി എഫ് കാണുന്ന സമയത്ത് മൂന്നിലും ഒരുപോലെ പോകുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഇത് നോക്കുന്ന സമയത്ത് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ 3 എടുക്കും. 18നെ 6 തവണ, 45-ൽ 15 തവണ, 90-ൽ 30 തവണ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും 3 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ നമ്മൾ 3 ഇട്ടു. 6-ൽ 2 3 ഉണ്ട്, 15-ൽ 5 3 ഉണ്ട്, 30-ൽ 10 3 ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിൽ മൂന്നിനെയും ഒരുമിച്ച് ഹരിക്കാൻ പറ്റിയ നമ്പർ ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. 2-നെയും 5-നെയും 10-നെയും ഒരുമിച്ച് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യയില്ല. 5ഉം 10ഉം ആണെങ്കിൽ 5 കൊണ്ട് ചെയ്യാം. നേരത്തെ നമുക്ക് LCM ആണെങ്കിൽ നമ്മൾ ഇനിയും ചെയ്തു പോയനെ. പക്ഷെ HCF ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തും എന്ന് മാത്രമല്ല, ഗുണിക്കുന്നത് ഏത് തമ്മിലാണ്? ഈ സൈഡിലുള്ള രണ്ട് സംഖ്യകൾ തമ്മിലാണ്. 3 × 3 9 ആണ് ഈ സംഖ്യകളുടെ 18, 45, 90 ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മൾ LCM എന്താണെന്ന് പറഞ്ഞു, 2 എക്സാമ്പിൾ ചെയ്തു. HCF എന്താണെന്ന് പറഞ്ഞു, അതിന്റെ 2 എക്സാമ്പിൾ ചെയ്തു. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭിന്നസംഖ്യകളുടെ സാഗുസാഗ ഉണ്ട്, ദശാംശ സംഖ്യകളുടെ സാഗുസാഗ ഉണ്ട്, ഇപ്പോൾ ചെയ്തതുപോലെയുള്ള സാധാരണ ചോദ്യങ്ങളുണ്ട്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊരു വീഡിയോ ആയിട്ട്, ക്വസ്റ്റ്യൻസിന്റെ മാത്രം ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും.